വേറെ ഉസ്താദന്മാരോ ആരടിച്ചാലും മതി. ആരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വറാബിഉഹ, നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ നിന്നും നാലാമത്തേത് മഅരിഫത്തു ദുഖൂലി വഖ്തിൻ, നിസ്കാരത്തിന് നിശ്ചയിക്കപ്പെട്ട സമയം പ്രവേശിച്ചു എന്നറിയാം. വഖ്ത് എന്ന് പറഞ്ഞാൽ തന്നെ വെറും സമയമല്ല, ഒരു സംഗതി നിർവഹിക്കാൻ വേണ്ടി നിർണയിക്കപ്പെട്ട, അതിന്റെ ആദ്യവും അവസാനവും കണക്കാക്കപ്പെടുന്ന ഒരു പ്രത്യേക സമയത്തിനാണ് വഖ്ത് എന്ന് പറയാം. അപ്പോ 5 വഖ്ത് ഫർള് നിസ്കാരങ്ങളെ സംബന്ധിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ നിസ്കാരം നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു തന്ന സമയം, അത് എപ്പോൾ തുടങ്ങുന്നു എപ്പോൾ അവസാനിക്കുന്നു എന്നതാണ്. അത് അറിയൽ ഷർത്താണ്. സംഗതി സമയത്ത് എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരാ, ആദ്യം സമയം അറിയുക എന്നത് ഷർത്താണ്. ആ ഷർത്ത് പാലിച്ചെങ്കിലേ നിസ്കാരം ചെയ്യാവുകയുള്ളൂ എന്നർത്ഥം. എന്നാൽ ഈ അറിവ് എങ്ങനെയാവാം? യഖീനൻ, ഒരു പക്ഷേ ദൃഢമായ അറിവ് വേണം. ദൃഢമായ അറിവ് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ഇങ്ങോട്ട് കാണണം. അങ്ങനെ കണ്ണുകൊണ്ട് കാണണം. മാഷാ അല്ലാഹ്, അബൂ ഷാഫിയനെ കാണുന്നു ഇപ്പോൾ മുകളിൽ. ഇന്നലെയൊക്കെ പാട് എന്താ, നമ്മളെ എന്റെ പഴയ നാട്ടുകാരാണ്, മനസ്സിലായില്ലേ? ഈരാറ്റുപേട്ട വെച്ച് ഇന്നലെ നടന്ന ആദർശ മുഖാമുഖം മനഃപൂർവം വന്നിട്ട് തബ്ലീഗുകാരാവുന്ന കുറെ ഗുണ്ടകൾ ആസൂത്രിതമായി കുഴപ്പമുണ്ടാക്കാൻ വന്ന് അവസാനം ഒച്ചപ്പാടായി പിരിഞ്ഞതാ. അതിന്റെ ശേഷം അബൂ ഷാഫിയനെ ഇപ്പൊ കാണുന്നു ഇവിടെ. ലാസ്റ്റ് എന്തായി എന്നറിഞ്ഞില്ല. മുമ്പ് ഞാന് ഒരുപാട് കിതാബുകളൊക്കെ ഓതി പഠിച്ച ഒരു നാടാണ് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ട പുത്തമ്പള്ളി ഷാഫി ജുമാ മസ്ജിദിലായിരുന്നു ഞാന് ഓതിയിരുന്നത്. അവിടത്തെ പറ്റി നന്നായി അറിയാം എനിക്ക്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ. അതിലേക്ക് ഞാൻ ഇപ്പൊ കടന്നു തരുന്നില്ല. അതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. അക്കാലത്ത് അന്ന് അവിടെ 3 ജുമാഅത്തില്ല. ഈരാറ്റുപേട്ട ടൗണിൽ മാത്രം, പരിസരത്തല്ലാതെ ടൗണിൽ മാത്രം അന്ന് 3 ജുമാഅത്തള്ളിയുണ്ട്. ആ ജുമാഅത്തള്ളിയിൽ 2 ഹനഫി പള്ളികളും 1 ഷാഫി ജുമാ മസ്ജിദുമായിരുന്നു. ആ ഷാഫി ജുമാ മസ്ജിദിനാണ് പുത്തൻ പള്ളി എന്ന് പറയും. അതിലായിരുന്നു ഞാൻ എന്റെ പ്രധാനപ്പെട്ട ഓത്തൊക്കെ. ജമ്മുൽ ജവാമി, അതുപോലെ തന്നെ മുല്ല ഹസന്, ഖുത്തുബി എന്ന് തുടങ്ങി മഹല്ലിയുടെ കുറെ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഓത്ത് ഒക്കെ അവിടുന്ന് ഓതിയ, മനസ്സിലായില്ലേ? അന്നേ അങ്ങനെ തന്നെയാണ് ആ നാട്. എന്റെ അവസ്ഥ വിഷയത്തെ പറ്റി കുറച്ച് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ഒഴിവുള്ള സമയത്ത് നമുക്ക് അതിനെപ്പറ്റി പറയാം. എന്തായി ലാസ്റ്റ് എന്നുള്ളത് അബൂ ഷാഫിയ പിന്നെ പറയുവിക്കാറ്. അത് പറയണം. ലാസ്റ്റ് എങ്ങനെ കലാശിച്ചു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. അത് പറയട്ടെ. അപ്പൊ അതിനെ പറ്റിയിട്ട് അവിടുത്തെ ജനങ്ങളുടെ സാമൂഹ്യ ശാസ്ത്രപരമായ കുറച്ച് കാര്യങ്ങൾ എന്റെ അനുഭവത്തിൽ നിന്നിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് പറയാം. പിന്നെ ഓത്ത് ചെയ്യട്ടെ. ഒരു പക്ഷേ യഖീനൻ അറിയണം. യഖീനൻ അറിയുക എന്ന് പറഞ്ഞുതരാമെങ്കിൽ ശരി. അബൂ ഷാഫിയ എന്റെ ദർസ് കഴിഞ്ഞിട്ട് എന്ത് ലാസ്റ്റ് ഇങ്ങനെ കലാശിച്ചു എന്നൊരു വാക്ക് പറഞ്ഞു തരികയാണെങ്കിൽ പിന്നെ അവിടത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. യഖീനമാണെങ്കിൽ എന്തുവാണെന്ന് വെച്ചാൽ കണ്ട് മനസ്സിലാക്കണം. അതായത് സൂര്യന്റെ ചലനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അത് യഖീൻ കിട്ടുക. ഔ വന്നൻ, അതല്ലെങ്കിൽ മിക്കവാറുള്ള ധാരണ. ഒരുപക്ഷെ വന്ന് കൊണ്ട്, അതല്ലെങ്കിൽ യഖീൻ കൊണ്ട് വഖ്ത് പ്രവേശിച്ചു എന്ന് അറിഞ്ഞിരിക്കൽ. ഫമൻ സ്വല്ല, അപ്പൊ ഒരു വ്യക്തി നിസ്കരിച്ചു, ബിദൂനിഹ, ഈ മഅരിഫത്ത് കൂടാതെ, അഥവാ നിസ്കരിച്ചു വഖ്ത് കടന്നു എന്ന ദൃഢമായ അറിവോ അതല്ലെങ്കിൽ വന്നോ ഇല്ലാത്ത നിലക്ക് ഒരാളാണ് നിസ്കരിച്ചു, എന്നാൽ ലം തസിഹ സ്വലാത്തുഹു,
അവന്റെ നിസ്കാരം സഹിയാവൂല. സംഗതി വയും വഖഅത്ത് ഫിൽ വഖ്തി, നിസ്കാരം സമയത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ പോലും അറിയാതെ നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയല്ല. അപ്പൊ ഷർത്തുകളൊക്കെ യഥാർത്ഥത്തിൽ ആ ഷർത്ത് ഉണ്ടാകുകയും വേണം, അത് ഉണ്ട് എന്ന് അറിവും വേണം. അപ്പോഴേ സഹിയാവുള്ളൂ. സംഗതി ഉണ്ടായാൽ മാത്രം പോരാന്നർത്ഥം. എന്തുകൊണ്ട്? സംഗതി സമയത്ത് തന്നെ നിസ്കാരം സംഭവിച്ചാൽ പോലും സമയം ആയി എന്ന് അറിയാതെ നിസ്കരിച്ചാൽ സഹിയാവില്ല എന്ന് പറയാൻ കാരണം ലിഅന്നൽ ഇഅ്തിബാറ ഫിൽ ഇബാദാത്തി, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ഇബാദത്തുകളിൽ പരിഗണിക്കപ്പെടുക രണ്ട് കാര്യ. ബിമാഫി വന്നിൽ മുക്കല്ലഫി, മുക്കല്ലഫായ മനുഷ്യന്റെ ധാരണ എന്താണോ അതും, ഒബിമാഫി നഫ്സിൽ അംരി, കാര്യത്തിന്റെ യാഥാർത്ഥ്യം എന്തോ അതും കൂടിയാണ്. രണ്ടും കൂടിയാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ കാര്യത്തിന്റെ യാഥാർത്ഥ്യത്തിനോടൊക്കുകയും വേണം, അങ്ങനെ ഒത്തു എന്ന് ധാരണയും വേണം. അതായത് വഖത്ത് കടക്കുകയും വേണം, വഖത്ത് കടന്നു എന്നുള്ള ധാരണയും വേണം. ഒരാൾ വഖത്ത് കടന്നു, പക്ഷെ ആ ധാരണ ഇല്ലാതെ നിസ്കരിച്ചാൽ സഹിയാവില്ല എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു. ഒരാൾ വഖത്ത് കടന്നു എന്ന് ധരിച്ചു, ഒന്ന് ചെയ്തു, നിസ്കരിച്ച് യഥാർത്ഥത്തിൽ വഖത്തായിട്ടില്ല, എന്നാലും സഹിയാവില്ല. അപ്പൊ വന്ന് മാത്രം ഉണ്ടായാലും പോരാ, നഫ്സുൽ അംർ യാഥാർത്ഥ്യത്തോട് ഒത്താൽ മാത്രവും പോരാ, യാഥാർത്ഥ്യത്തോട് ഒക്കുകയും വേണം, വന്നുണ്ടാവുകയും വേണം. രണ്ടും കൂടി ഉണ്ടെങ്കിലേ സഹിയാവുള്ളൂ. ഇബാദത്തുകളുടെ സ്വഭാവം അതാണ്. എന്നാൽ വഫിൽ ഉഖൂദി, ഇടപാടുകളിൽ, വിൽപ്പന, വാങ്ങല്, ദാനം ചെയ്യൽ തുടങ്ങിയ ഇടപാടുകളിൽ പരിഗണിക്കപ്പെടുന്നത് ബിമാഫി നഫ്സിൽ അംരി, വസ്തുതയോട് മാത്രമാണ്. ഫഖത്ത് വസ്തുതയോടൊത്താൽ മതി, യാഥാർത്ഥ്യത്തോടൊത്താൽ മതി, ധാരണ വേണം എന്നില്ല. ഉദാഹരണം പറഞ്ഞാല്, ഇവൻ വീട്ടിൽ നിന്ന് പോരുമ്പോ ഇവന്റെ വാപ്പുണ്ട്, പങ്കന്മാരുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവൻ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവന്റെ ഒരു ചങ്ങാതിയായിട്ട് എന്തോ സംസാരിച്ചപ്പോ ചങ്ങാതി പറഞ്ഞോടാ, എന്റെ പെങ്ങളെ എനിക്ക് നിക്കാഹ് ചെയ്ത് തരണോ ചോദിച്ചു. ഓ, അതിനിപ്പോ എന്താ തിരക്കട്? ഞാൻ നിക്കായതുകൊണ്ടാ എന്റെ പെങ്ങളെ ഇന്നവളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു. നീ നിക്കാഹ് ചെയ്തു തന്നതിന് ഞാൻ കബൂലാക്കി എന്ന് മറ്റവനും പറഞ്ഞു. ഇവൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാ? വാപ്പുണ്ടല്ലാടെ, വാപ്പയല്ലേ നിക്കാഹ് ചെയ്ത് കൊടുക്കണ്ടേ, വാപ്പ ജീവിച്ചിരിക്കുമ്പോ ഞാൻ നിക്കാഹ് ചെയ്ത് കൊടുത്താൽ സയ്യാവില്ലല്ലോ എന്നുള്ള ധാരണയിലാണ് നിൽക്കരുത്. പിന്നെയാണ് വിവരം അറിഞ്ഞത്, ഇവൻ ഈ സംഭവം പറയുന്നതിന്റെ അല്പം മുമ്പ് വാപ്പ മരണപ്പെട്ടിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സമയത്ത് ഈ പെങ്ങളുടെ വലിയ ഇവൻ തന്നെയാണ്, ഇവന്റെ വാപ്പയില്ല. ഇവൻ ധരിച്ചത് എന്താണ്? വാപ്പ ഉണ്ടല്ലോ ഒരേല്, അപ്പൊ വാപ്പയല്ലേ കെട്ടിക്കണ്ട, അപ്പൊ എനിക്ക് വിലായത്തില്ലല്ലോ എന്നുള്ള ആൾക്ക് തമാശക്ക് പറഞ്ഞതാ. പക്ഷെ സംഗതി പെരടി കൊടുക്കും. കാരണം എന്താണ്? നഫ്സുൽ അംറിനോട് യോജിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവൻ വലിയാണ്, അപ്പൊ നിക്കാഹ് സഹിയായി. അതേ സമയത്ത് ഇബാദത്തിൽ അത് പോരാ. അപ്പൊ ഇബാദത്തിനെയും ഇടപാടിനെയും ഒരു കാഴ്ചയിൽ കണ്ടാൽ പറ്റില്ല. ഇടപാടിന് അതിൻ്റെതായ ഒരു ന്യായം, നിയമം വേറെയാണ്. ഇത് മനസ്സിലാകാതെയാണ് നമ്മളെ വഹാബികൾ 3 ഒരാൾക്കും ഒന്നിച്ചില്ല, ഒന്നേ പോവുള്ളൂ എന്നൊക്കെ പറയുന്നത്. കാരണം എന്താ? ഒരാൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് 3 വട്ടം എന്ന് പറഞ്ഞാൽ 3 വട്ടം ആവുകപ്പ്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് 3 വട്ടം എന്ന് പറഞ്ഞാൽ 1 വട്ടല്ലേ ആയിട്ടുള്ളൂ. അത് ഇബാദത്തിന്റെ കാര്യങ്ങളാണ്. ഇബാദത്തിന്റെ കാര്യം അങ്ങനെയാണ്, അതിന്റെ നിയമം ഒന്ന് വേറെ. എന്നാൽ 10 റുപ്യ എനിക്ക് കിട്ടാനുള്ള ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ 10 പൊരുത്തമായും ചെയ്തല്ലോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് 10 വട്ടം എന്ന് പറഞ്ഞാൽ 1 വട്ടേ ആവുള്ളൂ. എന്നാൽ എനിക്ക് തരാനുള്ള 10 റുപ്യ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ 10 പൊരുത്തായി. എന്താ? ഒന്ന് ഇടപാടാണ്, ഒന്ന് ഇബാദത്താണ്. അപ്പൊ ഇടപാടിനെയും ഇബാദത്തിനെയും 2 രീതിയിൽ തന്നെ കാണണം. ഇത് കാണാൻ കഴിയും. അതിന് ഫിഖ് പഠിക്കൂലല്ലോ ആബി, ഫിഖ് പഠിക്കൂല, ഉസൂലും പഠിക്കൂല. പിന്നെ എന്തെങ്കിലും വായിൽ വന്നതൊക്കെ കോതക്ക് പാട്ട് എന്നുള്ള ആൾക്ക് എന്തെങ്കിലും പറയാന്നുള്ളൂ. അപ്പൊ അതിന് ഓരോന്നിനും അതിൻ്റെതായ അടിസ്ഥാനപരമായ ഉസൂലിയായ നിയമങ്ങളുണ്ട്. അപ്പം ഇബാദത്തിൽ 2 കൂടി യോജിക്കണം. വസ്തുതയോട് യോജിക്കുകയും വേണം, അതോടുകൂടി
ഇവന്റെ ധാരണക്കൊക്കുകയും വേണം. രണ്ടാലൊന്നുണ്ടായാ പോരാ, രണ്ടും തന്നെ വേണമെന്ന്. ആട്ടെ, ഇനി അപ്പൊ 5 വഖ്ത് നിസ്കാരത്തിന്റെ വഖത്തിനെ പറ്റിയാണല്ലോ പറയുന്നത്. എന്നാൽ അത് തുടങ്ങുക ഫവഖ്തു ളുഹ്രിൻ, അപ്പോൾ ളുഹ്റിന്റെ വഖത്ത് ഏത് ഇങ്ങനെ മാരിഫത്ത് വേണം, എന്നാല് അതാണ് ഷർത്ത് എന്ന് വരുമ്പോൾ പിന്നെ അതിന്റെ ബയാൻ. അപ്പോൾ ളുഹ്റിന്റെ വഖത്ത് മിൻ സവാരി ശംസി, സൂര്യൻ നേരെ മധ്യത്തിൽ നിന്നും തെറ്റിയത് മുതൽ ആരംഭിച്ച് ഇലാ മസീരി ളില്ലി കുല്ലി ഷൈഇൻ, എല്ലാ ഓരോ വസ്തുവിന്റെയും നിഴൽ ആവുന്നത് വരെയാണ്. എത്രയാവുന്നത് വരെ? മിസ്ലഹു, ആ വസ്തുവിന് തുല്യമായ വലിപ്പം വരുന്നത് വരെയാണ്. ഏത് വലിപ്പം വരിക? വൈറലിസ്തിവാഇൻ, നേരെ മധ്യാഹ്നത്തിൽ നിഴലുണ്ടെങ്കിൽ ആ നിഴല് മൈനസ് ചെയ്തിട്ട് ബാക്കി അത്രയാവുന്നത് വരെ എന്ന് പറഞ്ഞാൽ, അതായത് ആ വില്ലിൽ മൗജൂദ് അൻദഹു, ഏത് വില്ല്? ഈ ഇസ്തിവാന്റെ സമയത്ത്, മധ്യാഹ്ന സമയത്ത് ഉണ്ടാവുന്ന നിഴൽ ഉണ്ട് ചില ദിവസങ്ങളിൽ, എന്നല്ല അധിക ദിവസങ്ങളിലും. ചുരുക്കം ദിവസങ്ങളിലെ തീരെ നിഴലില്ലാതിരിക്കുകയുള്ളൂ. അതായി മുജിദ എന്ന് പറഞ്ഞത്. ഈ മധ്യാഹ്ന സമയത്ത് നിഴലുണ്ടെങ്കിൽ ആ നിഴല് മൈനസ് ചെയ്തിട്ട് ഈ വസ്തുവിന്റെ അത്രയാവുന്നത് വരെ. ഇപ്പോഴല്ലേ നമുക്ക് ഈ ക്ലോക്കും വാച്ചും സൗകര്യങ്ങളൊക്കെ വന്നത്. മുമ്പ് അങ്ങനെയല്ല. ഇതിന് ഉലമാക്കൾ പറയാ, ഒരു നിരന്ന സ്ഥലം, കുണ്ടും കുഴിയും ഒന്നും ഇല്ലാത്ത നിരന്ന ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ തലപ്പാവ് ധരിക്കാതെ, കാലിൽ ചെരുപ്പ് ധരിക്കാതെ ഒരു സ്ഥലത്ത് നിൽക്കുക. ആണോ? ഇത് രണ്ടും ഒഴിവാക്കണം. കാലിലെ ചെരുപ്പും തലപ്പാവും ഒഴിവാക്കിയിട്ട് ഒരു മനുഷ്യൻ നിൽക്കുക. എന്നിട്ട് സൂര്യൻ നേരെ തലക്ക് മുകളിൽ വരുന്ന സമയത്ത് നിഴലുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ നാടുകളിലൊക്കെ ഒരു കൊല്ലത്തിൽ 4 ദിവസം ഒഴിച്ചാൽ ബാക്കിയൊക്കെ നിഴലുണ്ടാവും. വളരെ കുറച്ച് ചില ദിവസം ഉണ്ടാവുള്ളൂ, അത് കൂടി 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 വരും. അതെത്ര ഉണ്ട് എന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ നിഴല് കിഴക്ക് ഭാഗത്തേക്ക് തിരിയാൻ തുടങ്ങുമ്പം തെറ്റി നിറച്ചു. ഇത് ഇങ്ങനെ നിൽക്കുന്ന ഈ വ്യക്തിയില്ല, ഇനി വ്യക്തി ആയിക്കൊള്ളുന്നില്ല, ഒരു നിരപ്പായ സ്ഥലത്ത് വളവും തിരിവൊന്നുമില്ലാത്ത ഒരു വസ്തു ഇങ്ങനെ നാട്ടി നിർത്തുക. എന്നിട്ട് നേരെ മുകളിൽ സൂര്യൻ വരുമ്പോ അതിന് നേരുണ്ടെങ്കിൽ അത് എത്ര ഉണ്ട് എന്ന് അടയാളപ്പെടുത്തിയിടുക. എന്നിട്ട് ഇത് നിഴൽ കിഴക്കോട്ട് തെറ്റാൻ തുടങ്ങിയാൽ ഇസ്തിവാ കഴിഞ്ഞു, സവാല് വന്നു എന്നായി. ഇനി അവിടെ നിന്നാണ് കണക്കൂട്ടുക. ഈ സാധനത്തിന്റെ അത്ര സമയം ആവുന്നത് എപ്പോഴാണോ അപ്പോ ളുഹ്റിന്റെ വഖത്ത് കടക്കുകയും ളുഹ്റിന്റെ വഖത്ത് അവസാനിക്കുകയും അസറിന്റെ വഖത്ത് കടക്കുകയും ചെയ്തു. അപ്പൊ നേരത്തെ നേരുണ്ടെങ്കിലോ അത് കീച്ചിട്ട് ബാക്കി ആ സാധനത്തിന്റെ അത്രയാവണം. അപ്പൊ അതിനാണ് നമ്മൾ പഴയ കാലത്ത് അടിക്കണക്ക് വെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിതാബുകളിലും തർജമകളിലും അതുപോലെ തന്നെ നമ്മളെ മൗലിദ് കിതാബുകളിലും ഒക്കെ ഉണ്ടായിരുന്നു അടിക്കണക്ക് വെയ്ത്ത്. ഈ അടിക്കണക്ക് വെയ്ത്ത് കാണാപ്പാടം ചൊല്ലിപ്പടിക്കലാണ്. കാരണം ഓരോ സമയത്തും ഉണ്ടാവുന്ന മധ്യാഹ്ന സമയത്ത് നിഴലും കൂടി കൂട്ടി ആകെ ഒരു വസ്തുവിന്റെ നിഴൽ അസർ വഖ്ത് കടക്കുമ്പോൾ എത്ര ഉണ്ടാവും എന്ന് പഠിപ്പിക്കാനായിരുന്നു അത്. അതെ. എന്നാൽ സുമ്മിയത്ത് ഈ ളുഹ്റിന് പേര് പറയപ്പെട്ടു ബിദാലിക്കാരുടെ ളുഹ്ർ എന്നുള്ള പേര് വഹറ ളുഹൂറിൽ നിന്നിട്ടുള്ളതാണല്ലോ ളുഹ്ർ. ളുഹ്ർ എന്ന് പറയാൻ വെളിപ്പെടുക എന്നുള്ളതിന്ന. അപ്പൊ ഈ ളുഹ്ർ എന്ന് പറയാൻ ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താണ്? ലിഅന്നഹ, കാരണം ഈ ളുഹ്ർ നിസ്കാരമാണ് അവ്വലു സ്വലാത്തിൻ വഹറത്ത്,
ഇവിടെ ഭൂമിയിലേക്ക് വെളിപ്പെട്ട ആദ്യത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയി. അന്ന് രാത്രി അല്ലാഹു തആല നിസ്കാരം ഫർളാക്കിയെങ്കിലും സുബ്ഹിക്ക് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായി ഈ ഭൂമിയിലേക്ക് തന്നെ എത്തിയെങ്കിലും ആ നിസ്കാരത്തിന്റെ രൂപം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടിട്ട് അന്നത്തെ സുബ്ഹി ഫർളാക്കപ്പെട്ടിട്ടില്ല. അന്ന് ളുഹ്ർ വഖത്തിലാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നിസ്കാരത്തിന്റെ രീതി പഠിപ്പിക്കുന്നത്. 2 ദിവസങ്ങളിലായി വഖത്തിന്റെ തുടക്കത്തിൽ ഒരു ദിവസവും വഖത്തിന്റെ ലാസ്റ്റ് മറ്റൊരു ദിവസവും നിസ്കരിച്ചുകൊണ്ട് അൽ വഖത്തു ബൈന ഹാദൈനി, ഈ 2 നിസ്കാരം നിസ്കരിച്ച സമയത്തിനിടയിലാണ് വഖത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് ഈ ലോകത്ത് പ്രവൃത്തി പദത്തിൽ വെളിപ്പെട്ടത് ആദ്യമായിട്ട് ളുഹ്റാണ് എന്നതുകൊണ്ടായിരിക്കാം അതിന് ളുഹ്ർ എന്ന് പേര് വരാൻ കാരണോ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫവഖ്തു അസ്രിൻ, ഏത് ഉച്ചക്ക് മധ്യാഹ്ന സമയത്ത് നിഴലുണ്ടെങ്കിൽ ആ നിഴല് കഴിച്ച് സാധനത്തിൽ എത്രയാവുന്നു അതുവരെയും, മധ്യാഹ്ന സമയത്ത് നിഴലില്ലായിരുന്നു എങ്കിൽ ഈ സാധനത്തിന്റെ അത്ര കൃത്യം നിഴൽ എത്തുന്നത് വരെയുമാണ് ളുഹ്റിന്റെ വഖത്ത് എന്ന് പറഞ്ഞു. ളുഹ്റിന്റെ വഖത്ത് കഴിഞ്ഞാൽ ഉടനെ ഫവഖ്തു അസ്രിൻ, ഉടനെ വഖത്ത് അസറാൻ. എന്നാൽ അസറിന്റെ വഖത്തിന്റെയും ളുഹ്റിന്റെ വഖത്തിന്റെയും ഇടക്ക് ഇടവേള ഇല്ല, അതാ പറഞ്ഞതിന്റെ അർത്ഥം. ളുഹ്റിന്റെ വഖത്ത് കഴിഞ്ഞിട്ട് അസറിന്റെ വഖത്ത് കിടക്കാൻ കുറച്ച് സമയം ഒഴിവില്ല, 2 ഒന്നിച്ചു വരും. ളുഹ്റിന്റെ വഖത്ത് അവസാനിക്കുന്നോടം മുതൽ അസറിന്റെ വഖത്ത് ആരംഭിക്കലായി. അങ്ങനെ മിൻ ആഖിരി വഖത്ത് ളുഹ്രി, അതായത് ളുഹ്റിന്റെ ആഖിർ വഖത്ത് എപ്പോഴാണോ, അവസാന സമയം എപ്പോഴാണോ അവിടെ മുതൽ തുടങ്ങിയിട്ട് അസർ വഖത്തിന്റെ തുടക്കമാവുന്നു. അത് ഏതുവരെ നീണ്ടു നിൽക്കും? ഇലാ ഉറൂബി ജമിയ ഖുർസ് ഷംസിൻ, സൂര്യന്റെ ആ വൃത്തം വട്ടത്തിലുള്ള ഇതുപോലെയാണല്ലോ നമ്മളെ ദൃഷ്ടിയിൽ കണ്ടാലിപ്പോ നല്ലൊരു പപ്പടം പോലെയാണ്. അങ്ങനെ ആ വൃത്തത്തിലുള്ളത് കൊണ്ട് ആ ഖുർസ് എന്നതിന് വരെ പറഞ്ഞു. അപ്പൊ ആ സൂര്യന്റെ ആ വൃത്തം പൂർണ്ണമായും അറിയാം. അപ്പം അസ്തമിക്കാൻ തുടങ്ങിയാൽ മഗ്‌രിബാകുന്നില്ല, അസ്തമനം പൂർത്തിയാവണം. നമ്മുടെ ദൃഷ്ടിയിൽ അസ്തമനം പൂർത്തിയാകാൻ ഓരോ രാജ്യത്തും താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ദൃഷ്ടിയിൽ സൂര്യൻ പൂർണ്ണമായും അറിയാം. ഇതാ അപ്പൊ അത് സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞത് കാണാം ഖുർആൻ, റബ്ബുൽ മശാരിഖി വൽ മഗാരിബി എന്ന് ഒരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു. റബ്ബുൽ മശാരിഖി വൽ മഗാരിബി ഇന്നാ ലഖാദിറൂൻ എന്ന് തുടങ്ങും. അപ്പോ ഉദയസ്ഥാനങ്ങളും ഒരുപാടുണ്ട്, അസ്തമയ സ്ഥാനങ്ങളും ഒരുപാടുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തുകാർക്കും പ്രത്യേക ഉദയവും പ്രത്യേക അസ്തമയവുമാണ്. അപ്പൊ ഏത് നാട്ടുകാരാണോ നിസ്കാരത്തിന്റെ സമയം നോക്കുന്നതെങ്കിൽ ആ നാട്ടിൽ നിന്ന് പൂർണ്ണമായി ഈ സൂര്യന്റെ വൃത്തം മറഞ്ഞാൽ അസറിന്റെ സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ വഖ്തു മഗ്രിബിൻ, മഗ്രിബിന്റെ വഖ്താണ്. എവിടെ നിന്ന് തുടങ്ങി? മിനൽ ഖുറൂബി, സൂര്യൻ പൂർണ്ണമായി അസ്തമിച്ചവിടെ മുതൽ, ഖുർസു ശംസ് പൂർണ്ണമായും മറഞ്ഞത് മുതൽക്ക് തുടങ്ങിയിട്ട് ഏതുവരെയുണ്ട്? ഇലാ മഗീബി ശഫഖിൽ അഹ്മരി, മേഘത്തിലെ കടുഞ്ചുവപ്പ് മായുന്നത് വരെ മഗ്രിബിന്റെ വഖത്ത് തന്നെയാണ്. നമ്മളെ ഇടയിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഒരു ഊഹാപോഹം ഇങ്ങനെ നടക്കുന്നുണ്ട്. മഗ്രിബിന്റെ സമയം കൊടുത്താട് പോയി നിൽക്കുക. നമ്മളെ നാട്ടിൽ കുറച്ച് വല്ലാതെ ഏറിയാണ്. അതായത് മൊല്ലാക്ക ഈ ബാങ്ക് കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരാള് അള്ളാഹു ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമത്ത് ദ്വാരനതിന് ശേഷം ഒരായത്തിൽ കുർസി ഓതാൻ സമയം എവിടെയും കിട്ടും. അതിന് മുമ്പ് വല്ലാക്ക ഇഖാമത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും വേണമെന്നില്ല, മനസ്സിലായില്ലേ? അത് എവിടുന്ന് വന്നതാണ്? ആ നിലക്കുള്ള അജലത്ത് നിന്ന് അള്ളാഹു റസൂലുമായിരുന്നു. എങ്ങനെ
ബാങ്ക് കൊടുത്തതിന്റെ ശേഷമുള്ള സ്വലാത്തും ദുആവും കഴിഞ്ഞാൽ പിന്നീട് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലൻ വനബിയ്യ എന്ന് തുടങ്ങി പ്രത്യേകം പറഞ്ഞ ദിക്റുകൾ ചൊല്ലിയതിനു ശേഷം ആയത്തുൽ കുർസി ഓതി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് എന്നിട്ടൊക്കെ തുടങ്ങിയാ മതി. അതിനിപ്പോ സുന്നത്ത് നിസ്കരിക്കുന്നത് പോട്ടെ, പള്ളിയിൽ തന്നെ ഉള്ള ആളുകള് ഈ സ്വലാത്തിൽ അല്ലാഹു റബ്ബ ഹാദിഹി ദഅവത്തി തആമ പറഞ്ഞു കഴിയുമ്പോക്ക് ആയത്തുൽ കുർസി വരാൻ സമയം ഉണ്ടാവില്ല, മുമ്പ് അല്ലാഹ് ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിസ്കരിക്കാഞ്ഞാല് ഖളാ ആവുന്ന ഒരു തോന്നലും നമ്മളെ ചില ആളുകൾക്ക്. അത് ശരിയല്ല. മറിച്ച് ഷഫഖുൽ അഹ്മർ മായുന്നത് വരെ എന്താണ്, ഷഫഖുൽ അഹ്മർ മായുന്നത് വരെ മഗ്രിബിന്റെ വഖത്താണ് എന്ന് പറഞ്ഞാൽ ഇശാഇന്റെ വഖത്ത് കടക്കുന്നത് വരെ. അറബി നാടുകളിൽ മാത്രല്ല, നിങ്ങൾ ഒന്ന് നോക്കി, ബഹുമാനപ്പെട്ട മറ്റേ ഓക്കെ ഉസ്താദ് നവറല്ലാഹു മർഖദഹു മഹാനവർകൾ 26 കൊല്ലം ദർസ് നടത്തിയ സ്ഥലമാണ് ചാലിയത്ത്. ഇപ്പം ബഹുമാനപ്പെട്ട പകര ഉസ്താദാണ് കൊല്ലങ്ങളായിട്ട് അവിടെ ദർസ് നടത്തുന്നത്. ഈ ഓക്കെ ഉസ്താദ് അവിടെ ദർസ് നടത്തുന്ന കാലത്ത്, അതിന്റെ മുമ്പുണ്ടോന്ന് എനിക്കറിയില്ല, അക്കാലത്തൊക്കെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ശേഷമുള്ള ദുആകൾ കഴിഞ്ഞിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷമേ എന്താവുള്ളൂ, ചാരിയത്ത് പള്ളിക്കല് ഇഖാമത്ത് കൊടുക്കലുള്ളൂ മഗ്രിബിന്. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിനെക്കാട്ടിലും വലിയ തഹ്ഖീഖുള്ള ഉസ്താദന്മാരാണ്, അല്ലെങ്കിൽ എഹ്തിയാത്തുള്ള ഉസ്താദന്മാരാണ് ബാക്കിയുള്ളവരൊക്കെ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ചെയ്യുന്നവർ തെറ്റ് ഹറാമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് എഹ്തിയാത്ത് കുറവോ സൂക്ഷ്മതക്കുറവോ ഇബാദത്തിലേക്ക് ഉളരൽ നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ കുറച്ചധികമാണ്. ഇവിടെ ചില പള്ളികളൊക്കെ 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇഖാമത്ത് കൊടുക്കുള്ളൂ. അത് കുറച്ചേറെയാണ്. ഒരു 5 മിനിറ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എന്നാൽ അവിടെ ഉള്ള ആളുകൾക്കൊന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനും, സമീപത്തൊക്കെ ഒതു കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ജമാഅത്തിന് 1 റക്അത്തിൽ തന്നെ എത്താനും ഒക്കെ സൗകര്യം കിട്ടും. അല്ലാഹു തആല മഗ്രിബിനായിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒതു എടുത്ത് ഇവിടെ ഒന്നും 5 മിനിറ്റ് അല്ല, ഇവിടെ ചില 10 മിനിറ്റ് എല്ലായിടത്തുണ്ട്. ചില സ്ഥലത്ത് 15 മിനിറ്റ്, ചിലയിടത്ത് 20 മിനിറ്റ് വരെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അതൊന്നും അമിതമാണ്. എന്നാൽ ഈ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് അത്യാവശ്യ ദിക്റ് ചൊല്ലിയിട്ട് ഇനി സുന്നത്ത് നിസ്കരിക്കണില്ലെങ്കിൽ തുടങ്ങിക്കോട്ടെ, അതിനും കൂടി സമയം കിട്ടാതെ അങ്ങനെ വേണ്ട. ഇശാഇന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ മഗ്രിബിന്റെ സമയമാണ്. പക്ഷെ അവര് വക്തിൽ നിസ്കരിക്കൽ എല്ലാ നിസ്കാരത്തിനും അഫ്ളലാണ്. അപ്പൊ ബാങ്ക് കൊടുത്ത് അതിന്റെ ദുആ ഒക്കെ ചൊല്ലി, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉദു കൊടുക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഔറത്ത് മറച്ച് ഒരുങ്ങാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ എത്തിച്ചേരാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. അതൊക്കെ ബാങ്ക് കൊടുത്തതിന്റെ ശേഷം മതി. അപ്പൊ അങ്ങനത്തെ ഒരാള് ബാങ്ക് കൊടുത്തതിന് ശേഷം ഉദു എടുത്ത് ഔറത്ത് മറച്ച് പള്ളിയിൽ ഹാജറാണെങ്കിൽ ഒരു 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റിനെങ്കിലും കൊടുക്കണ്ടേ? അതൊന്നുമില്ല. അങ്ങനെ അതുപോലെ തന്നെ നിസ്കരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ, ഞാൻ വിഷയത്തിൽ നിന്ന് വിചാരിക്കല്ല, ആ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞ 10 വട്ടവും അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ 7 വട്ടവും ചൊല്ലിയാൽ പിന്നെ ഒറ്റ ദുആ കഴിഞ്ഞും ചെയ്ത്. എല്ലാ വഖത്തിലും ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫൽഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓരോ വട്ടം ഓതൽ സുന്നത്തുണ്ട്. മഗ്രിബിന് സുബ്ഹിന്റെ ശേഷം അത് 3 വട്ടം ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. പിന്നെ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും 33 വട്ടം ചൊല്ലിയിട്ട് ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, പിന്നെ 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലലും മഗ്രിബിനും സുബ്ഹിക്കും അതിനുണ്ടേ. നമ്മളെ നാട്ടിൽ അങ്ങനെയൊന്നും ധാരണയില്ല, അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള ധാരണ ജനങ്ങളുടെ ഇടയിൽ. ആലിമീങ്ങൾക്ക് അറിയില്ല എന്നല്ല, സാധാരണക്കാരുടെ നമ്മളെ അമൽ അങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ ഇതെന്താണ്, വഖത്ത് ഇത്രേ ഇടുങ്ങിയതാണെന്നൊരു തോന്നലാണ്. അങ്ങനെ ഇല്ല. ഷാഫി മദ്ഹബില് അങ്ങനെ ഇല്ല. മഗ്രിബ് വരെ തന്നെ വഖത്ത്, ഇശാ വരെ തന്നെ നീണ്ടുക്കും. ആട്ടെ, വഖത്തു ഇശാഇൻ, മഗ്രിബിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇടവേളല്ല, ഇശാഇന്റെ വഖത്ത് തന്നെ. അപ്പൊ ഇശാ ബാങ്ക് കൊടുക്കുന്നത് വരെ മഗ്രിബിന്റെ സമയമാണ്. അതായത് മഗ്രിബി ശഫഖി, മേഘത്തിലുള്ള ചുവപ്പ് വാഞ്ഞത് മുതൽക്ക് ഇശാഇന്റെ വഖത്ത് കിടക്കും. പക്ഷേ ഖാല ശൈഖുന, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുല്ലാഹ് പറയാണ്, വയംബഗി നദ്ബു തഖീരിഹാ, ഇശാ ചുമപ്പ് മാഞ്ഞ, മേഘത്തിലുള്ള ചുവപ്പ് മാഞ്ഞാൽ തന്നെ ഇശാന്റെ വഖത്ത് കിടക്കുമെങ്കിലും അല്പം ഇശാനെ പിന്തിക്കൽ സുന്നത്തുണ്ട്. എന്തിനു വേണ്ടി? ലിസവാദിൽ അസ്ഫരി വൽ അബിയളി,
മഞ്ഞയും വെള്ളയും ഇങ്ങനെ ചുവപ്പാട് പോകുമ്പോൾ ഒരു മഞ്ഞ വരും, കുറച്ച് സമയം നിന്നാൽ പിന്നെ ഒരു വെള്ള വരും, അത് കഴിഞ്ഞിട്ട് ആ ഇരുട്ട് മൂടുക. അപ്പൊ ഈ മഞ്ഞയും വെള്ളയും മറിയുന്നത് വരെ പിന്തിക്കുന്നത് നല്ലതാണ്. എന്താ മഗ്രിബിന്റെ വഖത്ത് കഴിഞ്ഞ് ഇശാന്റെ വഖത്ത് കിടക്കണമെങ്കിൽ ചുവപ്പ് പോയാ പോരാ, മഞ്ഞയും വെള്ളയും കൂടി മറിയണോ, അതാണ് നല്ല സമയം. പക്ഷേ നമ്മള് സാധാരണ അത് പരിഗണിക്കാറില്ല, നിർബന്ധമില്ലാണ്. എന്നാൽ ഹനഫി മദ്ഹബുകാരും ഹംബലി മദ്ഹബുകാരും കണിശമായി അത് പാലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടങ്ങളിലൊക്കെ മഗ്രിബിന്റെ 1.5 മണിക്കൂർ കൃത്യം കഴിയുമ്പോഴാണ് ഇശാബാങ്ക് കൊടുക്കുക. കൃത്യം 1.5 മണിക്കൂർ. മഗ്രിബ് 6 മണിക്ക് കൊടുത്താൽ 7:30 ഇശാ കൊടുക്കും. 1.5 മണിക്കൂർ. ആ എല്ലാ കാലത്തും 1.5 മണിക്കൂറാ. നമ്മളെ നാട്ടിൽ 1:18 മുതൽ 1:22 വരെ മിനിറ്റ് എപ്പോഴും വരുള്ളൂ, അതിന് മേലെ വരൂല. മഗ്രിബ് ബാങ്കിന്റെയും ഇശാ ബാങ്കിന്റെയും ഇടയിൽ 1:20 അല്ലെങ്കിൽ 22 അത്രേ വരുള്ളൂ. അപ്പൊ ഒരു 10-12 മിനിറ്റ് ഈ ബാങ്കും നമ്മളെ ബാങ്കും തമ്മിൽ വ്യത്യാസം വരാൻ കാരണം ഈ മഞ്ഞയും വെള്ളയും നീങ്ങുന്നത് വരെ കാത്തു നിൽക്കുന്നു ഈ 1.5 മണിക്കൂറുകാര്. നമ്മൾ മഞ്ഞയും വെള്ളയും കാത്തിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് 1:20 അടുത്തേ വരുള്ളൂ. 1:15 കുറച്ച് മുന്നോട്ട് വരും, എന്നാൽ 1:20 കൃത്യമായിട്ടുണ്ടാവൂല, അതിന് മുമ്പ് ബാങ്ക് കൊടുക്കൽ ചെയ്യും. അപ്പൊ അത് ഈ ഒരു അഭിപ്രായം വെച്ചിട്ട് അത് മദ്ഹബിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതായത് മഞ്ഞയും വെള്ളയും മറിയണോ വേണ്ടേ, അത് വേണ്ടതില്ല എന്നുള്ളതാണ് നമ്മളെ മദ്ഹബ്. അതുകൊണ്ട് അതിന്റെ മുമ്പ് തന്നെ ബാങ്ക് കൊടുക്കും. എന്നാൽ സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട് നിസ്കാരം എന്താക്കും, ഒരു 1 മണിക്കൂറാണ് താമസിപ്പിക്കും. എന്നാ അപ്പോ അഭിപ്രായ വ്യത്യാസം തീർന്നു ചെയ്തല്ലോ, മഞ്ഞയും വെള്ളയും മാറിയതിന്റെ ശേഷമാണ് നിസ്കരിക്കുന്നുള്ളൂ എന്നതുകൊണ്ട്. വയംതദ്ദു ഇശാന്റെ വഖ്ത് നീണ്ടു നിൽക്കും. ഇലാ തുലൂഇ ഫജ്റിൻ സ്വാദിഖിൻ, ഫജ്ർ സ്വാദിഖ് വെളിവാവുന്നത് വരെ ഏത് നീണ്ടുക്കും, ഈ ഇശാന്റെ വഖ്ത് നീണ്ടുക്കും. വഹാബിയൊക്കെ പാതിരാവുള്ളൂ, മനസ്സിലായില്ലേ? പാതിരായ വഹാബിന്റെ വഖ്ത് കഴിഞ്ഞു. നിങ്ങളതിന് കിതാബോധി പഠിക്കുന്ന വർഗ ആ കൂട്ടത്തിൽ ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു ഹദീസ് കണ്ടാൽ അതിന്റെ വാഹിർ പിടിച്ചിട്ട് അയിമലോടെ മുറുക്കി പിടിച്ചു നിൽക്കും. അപ്പുറം വേറെ വല്ല ഹദീസ് ഉണ്ടോ, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് വല്ല വ്യാഖ്യാനം കൊടുക്കേണ്ടതുണ്ടോ, അതൊക്കെ വിവരമുള്ളവര് ചിന്തിക്കണമല്ലേ. മദ്ഹബിന്റെ ഇമാമിങ്ങൾ അതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെയാ പറഞ്ഞ്. അതിന് ഓല് പറയുന്ന കാരണം എന്താ, 1-ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേഘത്തിന് കടിഞ്ഞോപ്പ് വാഞ്ഞ സമയത്ത് നിസ്കാരം പിറ്റത്തെ ദിവസം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇമാമായി ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കരിച്ച പാതിരാത്രി സമയത്താണ്. അപ്പൊ അതിന്റെ ഇടക്കാണ് വഖ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടക്കാണ് ഉത്തമമായ വഖ്ത് എന്ന് അർത്ഥം വെക്കുക. എന്തുകൊണ്ട്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാ, ലൈസ ഫി നൗമി തഫ്രീത്തുൻ ഇന്നമ തഫ്രീത്തു അലാ മൻ ലം യുസല്ലി സ്വലാത്ത ഹത്താ യദ്ഖുല വഖ്തുൽ ഉഖ്റാ. ഉറങ്ങിയിട്ടറിയാതെ പോകുന്നതിൽ ഒരു മനുഷ്യന് വീഴ്ച എന്ന് പറയാൻ പറ്റില്ല. വീഴ്ച എന്ന് പറയുന്നത് ഒരു വഖ്തിലെ നിസ്കാരം നിർവഹിക്കാത്തവനാണ് അടുത്ത നിസ്കാരത്തിന്റെ വഖ്ത് കടക്കുന്നത് വരെ. അപ്പോ ഇശാ നിസ്കാരം സുബഹിന്റെ വഖ്ത് കിടക്കുന്നവരെ നിസ്കരിക്കാത്തവന്റെ അടുക്കലേ വീഴ്ചയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അടുക്കൊക്കെ വഖ്തായത് കൊണ്ടാണല്ലോ വീഴ്ച ഇല്ലാത്തത്. മഗ്രിബും അങ്ങനെ തന്നെ, ഇശാന്റെ വഖ്ത് കിടക്കുന്നത് വരെ നിസ്കാരിക്കാതിരിക്കുമ്പോഴേ വീഴ്ച വരുള്ളൂ. അസറാവുമ്പോൾ മഗ്രിബിന്റെ വഖ്ത് കിടക്കുന്നത് വരെ നിസ്കരിക്കാതിരിക്കുമ്പോഴാണ് വീഴ്ച വരുന്നത്. ളുഹ്റാവുമ്പോ അസറിന്റെ വഖ്ത് കിടക്കുന്നത് വരെ, എന്നാ പിന്നെ ഒരു ഇഷ്കാൽ അവിടെ. എന്നാൽ പിന്നെ അവിടെ ഇഷ്കാല്. എന്നാ അങ്ങനെയാണെങ്കിൽ ളുഹ്റാവുന്നത് വരെ ഇശാസ്കരിച്ചൂടെ, അല്ല സുബഹിസ്കരിച്ചൂടെ? അക്കണക്കിനാണെങ്കിൽ നിങ്ങൾക്ക് ളുഹ്റാവുന്ന വരെ സുബഹിസ്കരിച്ചൂടെ. കാരണം എന്താ, അടുത്ത നിസ്കാരത്തിന്റെ സമയം എന്താണ്, സുബഹി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിസ്കാരം ളുഹ്റല്ലേ. അതിന് പറയുന്നത് അത് നിഷ്കാരായിട്ട് വരൂല. കാരണം സുബഹിയുടെ വഖ്ത് സൂര്യോദയം കൊണ്ട് അവസാനിക്കും എന്ന് സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ഈ പൊതു നിയമത്തിൽ നിന്നിട്ട് അത് ഒഴിവാകാൻ കാരണം നസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യോദയം കൊണ്ട് സുബഹി ഖളാവും എന്ന് പഠിപ്പിച്ചു. അപ്പോ അത് എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായ ആമായ ഒരു കായിക വന്നാൽ
അതിൽ നിന്നിട്ട് ഏതെങ്കിലും തർസീസ് ചെയ്യുന്ന പ്രത്യേക തെളിവുണ്ടെങ്കിൽ അത് മാറ്റിയെടുത്തും എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിനൊക്കെ ബാധകമാണ്. അപ്പൊ ഈ സുബി ഒഴിച്ച് ബാക്കിയുള്ളതിന് എല്ലാത്തിനും ബാധകമാണ് അടുത്ത നിസ്കാരത്തിന്റെ വക്ത് കിടക്കുന്നത് വരെ എന്നത്. സുബിക്ക് അത് ബാധകമല്ലാതിരിക്കാൻ കാരണം അതിന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യോദയം കൊണ്ട് സുബി ഖളാഉം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അതും പെടുമായിരുന്നു. സുബിയാവുമ്പോഴോ വഖ്തു സുബിഹിൻ, സുബി വക്തായി എവിടെ? ഫജ്ർ സ്വാദിഖ് മുതൽക്ക്. മിൻ തുലൂഇൽ ഫജ്ർ സ്വാദിഖി ലൽ കാദിബി. ഫജ്ർ രണ്ടേ അതിന്റെ ഇത്ര. ഫജ്ർ സ്വാദിഖും ഫജ്ർ കാദിബും. പ്രഭാതം എന്ന് പറഞ്ഞാൽ ഈ വെള്ളയുടെ ആദ്യ ഘട്ടാണത്. പ്രഭാതം പുലരുന്നതിന് ആദ്യ ഘട്ടം. അതൊരു കള്ളപ്രഭാതമുണ്ട്, ഒരു സത്യപ്രഭാതമുണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഏകദേശം സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 20-25 മിനിറ്റ് മുമ്പ് കേൾക്കുന്ന ഇങ്ങനെ നേരെ ഒരു വരട്ടതുപോലെ മേപ്പോട്ട് ഇങ്ങനെ ഒരു വെളിച്ചം പൊന്തി വരും. അതിന്റെ മേലെ തല കുറച്ച് കട്ടി കൂടിയിട്ടും താഴെ തല കട്ടി കുറഞ്ഞിട്ടും ഉണ്ടാകുക. അപ്പൊ പെട്ടെന്ന് വെളിച്ചം വെച്ച് വരികയാണ്, നേരം വെളുക്കുകയാണോ എന്ന് തോന്നും. അതിങ്ങനെ വന്ന് കുറച്ച് നിന്നുകാണ്ട് അങ്ങനെ പോയിട്ട് ആകെ ഒരു ഇരുട്ടിന് മൂടും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 20 മിനിറ്റ് ആകുന്ന സമയത്താണ് വെള്ളയുടെ ലക്ഷണങ്ങൾ ഇങ്ങനെ വന്നു വരുന്നത്. അതിങ്ങനെ മേപ്പോട്ടല്ല, അത് മറിച്ച് എങ്ങനെ ഉണ്ടാകുക? നീളത്തില ഇങ്ങനെ, ഏത് തെക്കുവടക്കില്, അതായത് കിഴക്കേ ചക്രവാളത്തിനെ മൊത്തം ബാധിച്ചുകൊണ്ടുള്ള വെള്ളയാണ് വരിക. അതാണ് ഫജ്ർ സ്വാദിഖ്. അതിങ്ങനെ തെളിഞ്ഞിങ്ങനെ മറ്റേ ഇങ്ങനെ നേരെ ചെന്നായിന്റെ വാല് പോലെ എന്നാണ് അതിന് ഹദീസ് തന്നെ പറഞ്ഞത്. ചെന്നായിന്റെ വാല് പോലെ. ചെന്നായിന്റെ വാല് പറഞ്ഞാൽ അതിന്റെ താഴെ തലക്കൊരു നല്ല കട്ടി ഉണ്ടാവും, ഇങ്ങേ തല ഇങ്ങനെ കട്ടി കുറഞ്ഞിടും എന്നതുപോലെ പൊന്തി വരുന്ന തുഞ്ചം തല നല്ല കട്ടി ഉണ്ടായിട്ടും താഴെ തല കട്ടി കുറഞ്ഞിട്ടും മേപ്പോട്ട് കയറി വരികയും പിന്നെ മറിഞ്ഞു പോകുന്നതും അതിന് ഫജ്ർ കാദിബ് എന്ന് പറയും. അതുകൊണ്ട് സുബിയാവൂല. അതേ സമയത്ത് ഫജ്ർ സ്വാദിഖ് അങ്ങനെയല്ല, തെക്ക് വടക്കിൽ ഇങ്ങനെ ഉണ്ടായിട്ട് മേപ്പോട്ട് ഇങ്ങനെ പൊന്തി വരിക. അതാണ് ഫജ്ർ സ്വാദിഖ്. അവിടെ മുതൽ തുടങ്ങി ഇലാ തുലൂഇ ബഅദി ശംസി, സൂര്യോദയം തുടങ്ങുന്നത് വരെ. മഗ്രിബിന്റെ പറഞ്ഞ അസർ അവസാനിക്കൽ സൂര്യ അസ്തമയം പൂർത്തിയാവുമ്പോഴാണ്, പൂർണ്ണമായി മറയുമ്പോഴാണ്. ഇവിടെ പൂർണ്ണമായി വെളിവാകുമ്പോഴല്ല, വെളിവാകുന്ന ആദ്യഘട്ടം. സൂര്യൻ ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ടതായി കാണാൻ തുടങ്ങിയാൽ തന്നെ സുബഹി ഖളായി. അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ എല്ലാ അഹ്കാമുകളും ഇബാദത്തുകളൊക്കെയും ചന്ദ്രചലനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതിന് കാരണം ആ ഇബാദത്തുകളൊക്കെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രം ചെയ്യേണ്ടതാണ്. അപ്പൊ അത് എല്ലാ കാലാവസ്ഥയിലും ആ ഇബാദത്ത് വരട്ടെ എന്നുള്ള ഉദ്ദേശിച്ചത് കൊണ്ടാണ് അത് ചന്ദ്രചലനവുമായി ബന്ധപ്പെടുത്തിയത്. ചിലപ്പോൾ പകല് കൂടുതലുള്ള സമയം വരും, ചിലപ്പം രാത്രി കൂടുതലുള്ള സമയം വരും, ചിലപ്പോൾ ചൂടുള്ള സമയം വരും, ചിലപ്പോൾ തണുപ്പുള്ള സമയം വരും, ഇങ്ങനെയൊക്കെ വരും. ഇൻഷാ അല്ലാഹ് അങ്ങനെ എല്ലാ സമയത്തും ഇത് വരട്ടെ എന്നുള്ളത്. കാരണം നോമ്പ് കൊല്ലത്തിൽ ഒരിക്കേ ഉള്ളൂ, ഹജ്ജ് കൊല്ലത്തിൽ ഒരിക്കേ ഉള്ളൂ, അതുപോലെ സക്കാത്ത് കൊല്ലത്തിൽ ഒരിക്കേ ഉള്ളൂ. ഇങ്ങനെയുള്ള എല്ലാ കാലഘട്ടത്തിലും എല്ലാ കാലാവസ്ഥയിലും വരട്ടെ എന്നുള്ള ആൾക്ക് ചന്ദ്രനുമായി ബന്ധപ്പെടും. എന്നാൽ നിസ്കാരം ഒരു മനുഷ്യന് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സമയത്തോളം 365 ദിവസം നിസ്കാരം ഉണ്ടല്ലോ. അതുകൊണ്ട് അത് സൂര്യചലനവുമായിട്ടാണ് നിസ്കാരത്തെ ബന്ധിപ്പിച്ചത്. ആണോ? ഏക ഇസ്ലാമിന്റെ ഇബാദത്തുകളിൽ ഏക ഇബാദത്ത് നിസ്കാരം മാത്രമാണ് സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെടുത്തിയത്. അത് കാരണം എന്താ? എല്ലാ കാലത്തും നിസ്കാരമുണ്ട് 365 ദിവസവും. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ചന്ദ്രൻ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ആവശ്യമില്ല. എല്ലാ കാലത്തും എന്തായാലും നിസ്കാരമാണല്ലോ. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെത് മാത്രം ചന്ദ്രചലനമല്ല, സൂര്യചലനം. അതുകൊണ്ടാണ് നമ്മൾ വഖ്ത് എണ്ണാൻ തുടങ്ങിയപ്പോൾ കണ്ടത്, സൂര്യൻ മധ്യത്തിൽ നിന്നിട്ട് തെറ്റാൻ തുടങ്ങുക, പിന്നെ ഒരു വസ്തുവിന്റെ നേരെ അത്രയാകുക, പിന്നെ സൂര്യൻ അസ്തമിക്കുക, പിന്നെ അസ്തമിച്ചിട്ടുള്ള അതിന്റെ അവശിഷ്ടമാണേത് ഈ ചോപ്പ് എന്ന് പറയുന്നത്. ആ ചോപ്പുമായ പിന്നെ പ്രഭാതം തന്നെ സൂര്യ ഉദയത്തിന്റെ ആദ്യ ലക്ഷണമാണ് ഈ വെള്ള പ്രഭാതം പൊട്ടി പുറപ്പെടാറ്, പിന്നെ സൂര്യോദയമാണ്. അപ്പൊ 5 വക്തും സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ടാണ് നിസ്കാരത്തിന്റെ വക്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചത്. അത് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നിസ്കാരത്തിന് മാത്രമാണ് സൂര്യചലനവുമായിട്ട് ബന്ധം. ആട്ടെ, ഇനി വേറൊരു മസല പറയാം. നിസ്കാരം 5ഉം ഫർളാണ്, 5ഉം പ്രധാനപ്പെട്ടതാ.
എന്നാൽ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? സ്വലാത്തുൽ വുസ്തയാണ്. എന്താ? അല്ലാഹു തആല പറഞ്ഞില്ലേ, ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്താ എന്ന് പറഞ്ഞു. എല്ലാ നിസ്കാരവും നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി പാലിക്കണം, പ്രത്യേകിച്ച് സ്വലാത്തുൽ വുസ്തയെ കൃത്യനിഷ്ഠയോടുകൂടി പാലിക്കണം. അങ്ങാടിക്ക് പോകുമ്പോ പെരക്കാരത്തി കുറെ സാധനത്തിന്റെ ലിസ്റ്റ് എന്ന് ഇത് വാങ്ങണം, മറ്റേ വാങ്ങണം, മറ്റേ വാങ്ങണം എന്നൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ പറഞ്ഞു ഉപ്പിന്റെ കാര്യം മറക്കണ്ടട്ടോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബാക്കിയുള്ളതൊക്കെ മറക്കണം എന്നാണോ? അല്ലല്ലോ. ഉപ്പിന്റെ കാര്യം മറക്കണ്ട, ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഏതും മറക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞത്. ഒക്കെ ശ്രദ്ധിക്കണം, പക്ഷെ ഇത് പ്രത്യേകം എന്നതുപോലെ എല്ലാ നിസ്കാരവും കൃത്യനിഷ്ഠയോടുകൂടി പാലിക്കണം. വസ്സലാത്തുൽ വുസ്താ, വുസ്താ നിസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഖുർആൻ പറയുന്നത്. ഇനി ഏതാണ് ഈ വുസ്താ നിസ്കാരം? അതിൽ അഇമ്മത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങളാ. അതിന് പല കാരണങ്ങളുണ്ട്. ദുഹർ ആണെന്ന് പറഞ്ഞവരുണ്ട്, അസറാണെന്ന് പറഞ്ഞവരുണ്ട്, ഇശാ ആണെന്ന് പറഞ്ഞവരുണ്ട്, സുബി ആണെന്ന് പറഞ്ഞവരുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം അസറാണ് എന്നുള്ളതാണ്. വൽ അസ്റു, അസറാവുന്നു, ഹിയ സ്വലാത്തുൽ വുസ്താ. അല്ലാഹു തആല പറഞ്ഞില്ലേ വസ്സലാത്തുൽ വുസ്താ എന്ന് പറഞ്ഞ അത് അസർ നിസ്കാരമാണ്. എന്താ കാരണം? കാരണം പറയുന്നല്ല ലിസിഹത്തിൽ ഹദീസി ബിഹി, അസറാണ് സ്വലാത്തുൽ വുസ്താ എന്ന് അറിയിക്കുന്ന സഹീഹായ ഹദീസ് വന്നിട്ടുണ്ട്. സഅലൂന അൻ സ്വലാത്തുൽ വുസ്താ സ്വലാത്തുൽ അസ്ർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതായി ഹദീസിലുണ്ട്. സഅലൂന അനി സ്വലാത്തി സ്വലാത്തുൽ വുസ്താ സ്വലാത്തുൽ അസ്ർ, സഅലൂന അനി സ്വലാത്തുൽ വുസ്താ സ്വലാത്തുൽ അസ്ർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും റിവായത്ത് വന്നിട്ടുണ്ട്. അപ്പൊ സ്വലാത്തുൽ വുസ്താ സ്വലാത്തുൽ അസ്ർ എന്ന് പറയുമ്പോൾ അസ്ർ നിസ്കാരമാണ് സ്വലാത്തുൽ വുസ്താ എന്ന് വന്നല്ലോ. സഹിയായ ഹദീസിൽ അങ്ങനെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ പ്രബലമായത്. എന്നാൽ സുബിഹിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്, പറയുന്നുണ്ട് ഫഹിയ. അതുകൊണ്ട് ഈ അസ്ർ നിസ്കാരം അഫ്ളു സ്വലവാത്തി, നിസ്കാരം എന്ന അടിസ്ഥാനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. കാരണം സ്വലാത്തുൽ വുസ്തയാണല്ലോ എന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസ് കാണാം, മൻ ഫാതതുഹു സ്വലാത്തുൽ അസ്രി ഫകഅന്നമാ വുതിറ അഹ്ലുഹു വമാലുഹു എന്ന്. ഒരൊറ്റ ദിവസത്തെ ഒരു അസ്ർ നിസ്കാരം ഒരാൾക്ക് ഖളാ ആയാൽ അപ്രതീക്ഷിതമായി തന്റെ സന്താനങ്ങളും സമ്പത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട് അവരിൽ നിന്നെല്ലാം ഒറ്റപ്പെടുത്തപ്പെട്ടവനെ പോലെ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മലയുടെ താഴ്വരയിൽ വീട് വെച്ച് കുടുംബസമേതം താമസിക്കുന്ന ഒരു വ്യക്തി, വലിയ റബ്ബർ എസ്റ്റേറ്റും വലിയ ബംഗ്ലാവും കാറും ഒക്കെ ഉണ്ട്. ഇയാൾ എന്തോ ആവശ്യത്തിന് ടൗണിൽ പോയതാ. ടൗണിൽ പോയ സമയത്താണ് ഭീകരമായ ഒരു ഉരുൾപൊട്ടൽ നടക്കുകയും ഈ മല അങ്ങനെ ഇടിഞ്ഞു വന്ന് ഈ ഭാഗം ആകെ ഒലിച്ചുപോയി. അവന്റെ എസ്റ്റേറ്റും പോയി, കാറും പോയി, ബംഗ്ലാവും പോയി, ഭാര്യയും മക്കളും പോയി, ഒന്നുമില്ല. വൈകുന്നേരം തിരിച്ചു വന്ന് നോക്കുമ്പോ ഇങ്ങനെ ഒരു വീടും ഒരു തോട്ടവും ഒരു കുടുംബവും താമസിച്ച് യാതൊരു തെളിവുമില്ല. എന്തായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ? അതേ അവസ്ഥയാണ് ഒരൊറ്റ ദിവസത്തെ അസ്ർ നിസ്കാരം ഖളാ ആവുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അഫ്ളലായ ആ ഒറ്റ നിസ്കാരം ഖളാ ആവുന്നത് കുടുംബത്തിൽ നിന്നും സ്വത്തിൽ നിന്നും ഒന്നിച്ചൊറ്റപ്പെടുത്തപ്പെട്ടതുപോലെയാണ്. വയലിഹ, എന്നാൽ അസറിനോട് തൊട്ടടുത്ത് നിൽക്കും അസ്സുബ്ഹ്, സുബ്ഹി നിസ്കാരം. തന്നെയല്ല, സുബ്ഹി നിസ്കാരമാണ് സ്വലാത്തുൽ വുസ്താ എന്ന് പറഞ്ഞ ഇമാമിയങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ തന്നെ ഒരു ഖൗല് സ്വലാത്തുൽ വുസ്താ സുബ്ഹിയാണ്. കാരണം എന്താ പറയാൻ കാരണം? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വഖൂമു ലില്ലാഹി ഹഫിളു അലസ്സലവാത്തി വസ്സലാത്തുൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ എന്ന ആയത്തിന് റഈസുൽ മുഫസ്സിരീനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തഫ്സീർ ചെയ്തത്
ഏത് നിന്ന് നിസ്കരിക്കുമ്പോൾ നൃത്തത്തിലായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത് സുബ്ഹിയിൽ മാത്രമാണ്. അഥവാ ഖുനൂത്തുള്ളത് നിസ്കാരത്തിൽ സുബ്ഹിയിലാണ്. സ്വല്ലൂ സ്വലാത്തൽ ഫജ്രി ഖാനിതീൻ, ഖുനൂത്ത് ഓതിക്കൊണ്ട് സുബ്ഹി നിസ്കരിക്കുകയും എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതിന് തഫ്സീർ ചെയ്തത്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, നൃത്തത്തിൽ ദുആ എന്ന് പറയുന്ന ഖുനൂത്ത് ഓതുന്ന നിസ്കാരം സുബ്ഹി അല്ലാതെ മറ്റൊന്നുമില്ല, അതുകൊണ്ട് ആ സുബ്ഹിയാണ് സ്വലാത്തുൽ വുസ്താ. ഈ തഫ്സീർ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനും അങ്ങനെ ഒരു ഖൗലുണ്ട്, സുബ്ഹിയാണ് സ്വലാത്തുൽ വുസ്താ. പക്ഷേ ഈ സഹീഹായ ഹദീസ് വന്നതോടുകൂടി ആ തഫ്സീറിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ആ ഖൗൽ എടുത്തു പറയാതെ അഫ്ളൽ അസറാണ് സ്വലാത്തുൽ വുസ്താ എന്ന ഖൗലിനെ മുഅ്തമദാക്കി പറഞ്ഞത്. സുമൽ ഇശാഉ, സുബി കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠത ഇശാവിനാണ്. അത് കഴിഞ്ഞാൽ സുമൽ ളുഹുർ, ളുഹുറിനാണ്. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് മഗ്രിബ്. ആളുകൾ കൂടുതൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ ജമാഅത്തിന് സമയത്തിന് എത്തലും മഗ്രിബിനാണ്. അസറിനോ പല പള്ളികളിലും ജമാഅത്ത് നടക്കാൻ ളുഹുറിനോ അസറിനോ ആണ് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രയാസം. സുബഹിക്ക് അൽഹംദുലില്ലാഹ് ഇപ്പൊ കുറെ ആളുകളൊക്കെ എത്തും. മഗ്രിബിന് അത്ര ഇല്ലെങ്കിലും ഇശാക്ക് അതിന് താഴെ ഉണ്ടാവും. ഇങ്ങനെ പക്ഷേ ശ്രേഷ്ഠത ഉള്ള നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സുബഹിയാണ്, അല്ല അസറാണ്, പിന്നെ സുബഹിയാണ്, അതിന്റെ ശേഷം 3-ാം സ്ഥാനത്ത് ഇശാ ആണ്, 4-ാം സ്ഥാനത്ത് ളുഹുർ, 5-ാം സ്ഥാനത്താണ് മഗ്രിബ് ഉള്ളത്. അപ്പൊ പിന്നെ നിസ്കാരം അങ്ങനെ ഫളീലത്തെങ്കിൽ ജമാഅത്ത് അങ്ങനെയല്ലല്ലോ. അതില്ല ഈ പറഞ്ഞ തർത്തീബ് അസർ, സുബ്ഹി, ഇശാ, ളുഹുർ, മഗ്രിബ് എന്നതാണ് വാഹിറാവുന്നത് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അങ്ങനെയാണ് വെളിവാവുന്നത്, വ്യക്തമാവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പൊ പിന്നെ ഒരു ഇഷ്കാദ്, നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എങ്ങനെയാണ്? ജമാഅത്തിന്റെ ബാബിൽ ജമാഅത്തിന്റെ ശ്രേഷ്ഠത ഈ ക്രമത്തിലല്ലല്ലോ പറഞ്ഞത്. അത് കഴിഞ്ഞവരല്ല മറ്റ് നിസ്കരിക്കുക എന്നുള്ള നിലക്ക് പ്രയാസം പറഞ്ഞതാണ്. ജമാഅത്തിന് ഹാജരാകുക എന്നുള്ള നിലക്ക് പള്ളിക്കല് സുബഹിക്ക് പള്ളിക്കൽ എത്തിപ്പെടുക, ജമാഅത്തിന് എത്തിപ്പെടുക എന്ന നല്ല പ്രയാസമുണ്ട്. പലപ്പോഴും ഇശാക്കും പള്ളിയിൽ എത്തിപ്പെടാൻ പ്രയാസമുണ്ട്. അപ്പം ജമാഅത്തിന് കൃത്യനിഷ്ഠ പാലിച്ച് എത്തുക എന്നതിലുള്ള മശക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തിന്റെ ശ്രേഷ്ഠത. അതേസമയത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത മറ്റൊരു അടിസ്ഥാനത്തിലാണ് എന്ന്. ഇനി വേറെ നിസ്കാരം സുന്നികൾക്ക് മാത്രം പണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇ.കെ. ഹസൻ മുർസിയാർ നവറല്ലാഹു ബർക്കതുഹു മാനവർകൾ ഒരു ലേഖനം എഴുതി സുന്നി ടൈംസിൽ. പലർക്കും ഓർമ്മയുണ്ടാവും, നിസ്കാരം സുന്നികൾക്ക് മാത്രം. കാരണം മൗലിദ് ശിർക്കാണെങ്കിൽ പിന്നെ അവർ എങ്ങനെ നിസ്കരിക്കുന്നു എന്നാണ്. കാരണം എന്താ, ഈ 5 വഖത്ത് കൃത്യമായി 5 നിസ്കാരങ്ങൾ വെക്കാനുള്ള കാരണം പൂർവകാലങ്ങളിൽ കഴിഞ്ഞുപോയ പ്രഗത്ഭരായ 5 മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിൽ അള്ളാഹുവിന് ശുക്രായിക്കൊണ്ട് അവർ നിർവഹിച്ചതാ. അപ്പം സുന്നികൾ അത് നിർവഹിക്കുമ്പോൾ ആ മഹാന്മാരായ അമ്പിയാക്കന്മാരെ സ്മരിക്കുകയും അവർക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത പ്രത്യേകമായ ആ നിഅമത്തിന്റെ ശുക്ർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞുപോയ മഹത്തുക്കളെ അനുസ്മരിക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന മൗലിദിന്റെ ആശയം 5 വഖ്ത് നിസ്കാരത്തിലുമുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സുന്നിക്ക് മാത്രമേ നിസ്കരിക്കാൻ അർഹതയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട അസ്മസിലെ പറയേണ്ട. അതാണ് ഇനി പറയുന്നത്. മഹാനായ ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖാനത്തു സുബ്ഹു, സുബ്ഹ് നിസ്കാരം ആയിരുന്നു സ്വലാത്ത് ആദമ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ നിസ്കാരമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒക്കെ ചരിത്രം പറഞ്ഞാൽ പിന്നെ നമ്മളെ ഓത്തോടി എത്തൂല. എന്നാലും ചെറുതായി പറഞ്ഞുതരാം. കാരണം ആബികൾക്ക് നിസ്കരിക്കാൻ പറ്റുമോന്ന് നോക്കാലോ നമുക്ക്. ആദം നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിൽ നിന്നിട്ട് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടു. സ്വർഗത്തിന് രാവും പകലും ഇല്ല, എപ്പോഴും ഒരേ അവസ്ഥയാണ്. അത് ശീലിച്ച ആദം നബി അലൈഹി സ്വലാം ഭൂമിയിലെത്തിയപ്പോ പകലാവുകൊണ്ട് അലമ്പൊന്നുമില്ല.
കുറച്ചേരം കഴിഞ്ഞ് സൂര്യനട് അസ്തമിച്ചതോടുകൂടി ഭൂമിയുടെ ഇരുട്ടായി. ഒറ്റക്കുമല്ലേ, ഒറ്റക്കുവാണല്ലോ ആള്. അങ്ങനെ പേടിച്ച് പരിഭ്രമിച്ച് ആദ്യത്തെ അനുഭവമാണ്. ഏകാന്തമായി ഈ ഭൂമി, മറ്റ് ജീവജാലങ്ങളൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യര് രണ്ട് ലോകത്താണ്ടായത്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാം ഇന്ത്യയുടെ ഭാഗം, അക്കാലത്ത് ഭാഗമായിരുന്ന സിലോണിലും ഇപ്പത്തെ ശ്രീലങ്ക, ബഹുമാനപ്പെട്ട ഹവാ ബീവി ഉമ്മ അലൈഹിസ്സലാം അവര് ജിദ്ദയിലുമാണ്. രണ്ട് ലോകത്ത്. രാത്രി ആയതോടുകൂടി അന്തരീക്ഷം ഇരുട്ടി, ലോകം അവസാനിക്കുകയാണ് എന്നുള്ളവർക്ക് പേടിച്ച് ബേജാറായി. അള്ളാഹുവിന് ദിക്ർ ചൊല്ലിയും ദുആ ചെയ്തും പേടിയോടുകൂടി ആ രാത്രി ആദം നബി അലൈഹി സ്വലാം കഴിച്ചുകൂട്ടി. ആദ്യത്തെ അനുഭവമാണല്ലോ ഇത്. അങ്ങനെ കുറെ സമയം ബേജാറായി ദിക്റിലും ദുആയിലും പ്രാർത്ഥനയിലുമായി മുഴുകിയതിന്റെ ഇടയിൽ കാണാൻ കിഴക്ക് നിന്ന് ഇങ്ങനെ പ്രഭാതം പൊട്ടി വരില്ല. അങ്ങനെ വെളിച്ചങ്ങനെ വന്നപ്പം വലിയ സന്തോഷായി. അൽഹംദുലില്ലാഹ്, അപ്പൊ ലോകം അവസാനിക്കുകയല്ല, ഇത് അള്ളാഹുവിന്റെ ഒരു അദാബൊന്നുമല്ല, ഈ ലോകത്തിന്റെ പ്രക്രിയയാണ് എന്ന അനുഭവത്തിൽ നിന്ന് മനസ്സിലായപ്പോ ഈ ഇരുട്ടിന്റെ ശേഷം വെളിച്ചം, രാത്രിക്ക് ശേഷം പകല്, ഉറക്കിന് പകരം ഉണർച്ച, നിശ്ചലതക്ക് പകരം ചലനാവസ്ഥ തിരിച്ചു തന്നതിൽ ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നന്ദിയായിട്ട് ആദം നബി അലൈഹി സ്വലാം 2 റക്അത്ത് നിസ്കരിച്ചു. ആ നിസ്കാരം പിന്നീട് ആദം നബി അലൈഹി സ്വലാമിനും അവരുടെ ഉമ്മത്തിനും അള്ളാഹു തആല ഫർളാക്കി. കേട്ടോ, അപ്പൊ ആദം നബി അലൈഹി സ്വലാമിന്റെ ഈ ലോകത്തെ ജീവിതത്തിന്റെ തുടക്കവും മഹാനവർക്ക് ആദ്യം നേരിട്ട പരിഭ്രമവും പിന്നീട് അവർക്ക് ലഭിച്ച സന്തോഷവും സമാധാനവും അതിന് ശുക്രായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിസ്കരിച്ച ആ നന്ദിയും അത് എന്നും മനുഷ്യലോകം അനുസ്മരിച്ചു കൊണ്ടിരിക്കട്ടെ. അപ്പൊ ആദം നബിയെയും ആ ഉമ്മത്തിനെയും അനുസ്മരിക്കാനും അവർക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത നിഅമത്തിനെ അനുസ്മരിക്കാനും അത് ഇന്നും നിലനിൽക്കാനും ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിസ്കാരം ഈ ഉമ്മത്തിനോട് കൊണ്ടാടാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ എത്തൂല, ഞാൻ ചുരുക്കാം. വദ്ദൂർ സലാത്ത് ദാവൂദ് അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ എന്തോ ഒരു വീഴ്ച പറ്റി എന്ന് പറയപ്പെടുന്നു. കെട്ടുകഥകളിൽ പറയുന്നത് പോലെ തന്റെ പ്രധാനമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ സൈനിക ഉപദേഷ്ടാവായിരുന്ന മന്ത്രിയുടെ ഭാര്യയെ പ്രേമിച്ച് അദ്ദേഹത്തെ യുദ്ധത്തിനയച്ച് ബോധപൂർവം കൊല്ലിച്ചതിന് ശേഷം ആ ഭാര്യയെ പ്രാപിച്ചു എന്ന കുറ്റമല്ല, അത് ജൂതന്മാര് കെട്ടിയുണ്ടാക്കിയ കള്ളക്കഥയാവുന്നു. അത് മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കാൻ പാടുള്ളതല്ല. മറിച്ച് എന്താണ്, ഒരു കേസ് രാജാവും നബിയുമായ ദാവൂദ് നബി അലൈഹി സ്വലാം ഒക്കെ പറഞ്ഞാൽ പിന്നെ എവിടെ എത്തൂല വിഷയം. ദാവൂദ് നബി അലൈഹി സ്വലാം രാജാവുമാണ്, നബിയുമാണ്. അദ്ദേഹം ഇബാദത്തിന് പ്രത്യേക സമയവും വിശ്രമത്തിന് പ്രത്യേക സമയവും രാജ്യകാര്യങ്ങൾക്ക് പ്രത്യേക സമയവും തെരഞ്ഞെടുത്തിരുന്നു. അങ്ങനെ ഉച്ച സമയത്ത് അല്പം വിശ്രമിക്കാൻ ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ അത് ചില ആളുകൾക്കൊക്കെ വിഷമം ഉണ്ടാവുന്നുണ്ട് എന്ന കാര്യമൊന്ന് ഉണർത്തുകയും വേണം. അതോടുകൂടി കേസ് വിധിക്കാനും വിചാരണ ചെയ്യാനുമുള്ള കൃത്യമായ രീതി ഒന്ന് ബോധ്യപ്പെടുത്തണം എന്ന ഉദ്ദേശം അല്ലാഹു തആല മനുഷ്യരൂപത്തിൽ 2 മലക്കുകളെ വിട്ടു. അങ്ങനെ അവര് ചെന്നപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാം റൂം അടച്ച് വിശ്രമിക്കുക. കാരണം രാത്രി ദീർഘനേരം തഹജ്ജുദ് നിസ്കരിക്കുന്നത് കൊണ്ട് ഒരു വിശ്രമം എന്നുള്ള ഉച്ചക്ക് കുറച്ച് സമയം വിശ്രമിക്കും. ആ സമയത്ത് വാതിലടച്ച് കണ്ട് ഗേറ്റ് ഇങ്ങനെ പാറാവുകാരുമുണ്ട്. അപ്പൊ അവർക്ക് കടക്കാൻ കഴിയില്ല. അവര് ബേക്ക് കൂടെ പോയിട്ട് ചുമര് ചാടി ഉള്ളിൽ കയറി. അപ്പൊ രാജാവുമാണല്ലോ, നബി മാത്രമല്ലല്ലോ. രാജാവാകുമ്പോൾ പൊതുവെ ശത്രുക്കൾ ഉണ്ടാകുക സ്വാഭാവിക. ദാവൂദ് നബി അലൈഹി സ്വലാം വല്ലാതെ പേടിച്ചു. ഏതോ ശത്രുക്കളാണ് ചുമര് ചാടി വരുന്നത് കൊല്ലാൻ വേണ്ടി. അപ്പൊ അവര് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞങ്ങള് അങ്ങനെയല്ല, ഞങ്ങളൊരു കേസ് പറയാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പൊ വാതിലടച്ച് കണ്ടപ്പോ അങ്ങോട്ട് വന്നതാണ്. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാം വിചാരിച്ചു എന്തോ ഗുരുതരമായ കേസാണ്. പറഞ്ഞു നോക്കുമ്പോ ഞങ്ങൾ 2 ആള് ഷെയറുകാരാണ്, എനിക്ക് 1 ആടുണ്ട്, ഇയാൾക്ക് 99 ആടുമുണ്ട്. അങ്ങനെ ഒന്നിച്ച് ഞങ്ങൾ പോകുന്ന സമയത്ത് ഇയാൾ കുറച്ച് വാചാലനും കഴിവുള്ള ആളുമാണ്. എന്നെ പറഞ്ഞ് പറ്റിച്ച് എന്റെ ആടിനെയും കൂടി അയാൾ സ്വന്താക്കിയ. ഉടനെ ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അത് ശരിയല്ല, അവൻ നിന്നോട് ചെയ്തത് അനീതിയാണ്. ഈ ഷെയറുകാര് പലപ്പോഴും ഒരു കക്ഷി മറ്റേ കക്ഷിയെ അതിക്രമം ചെയ്യുക എന്നത് പൊതുവേ ഉണ്ട്. ശരിയായ തഖ്വയും ഈമാനുള്ള ആളുകളല്ലാത്തവരിൽ നിന്നൊക്കെ അങ്ങനെ വരും എന്ന് വിധി പറഞ്ഞു. ഇവിടെ ഒരു കക്ഷി പറഞ്ഞ് തീർന്നപ്പോൾ തന്നെ കേസിന്റെ
പോക്ക് വ്യക്തമായപ്പം വിധി പറഞ്ഞു. പക്ഷേ കേസ് പറയും എന്തു വേണം? രണ്ട് കക്ഷിക്കും പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് വിലയിരുത്തിയിട്ടാണ് വിധി പറയേണ്ടത്. ഇതിന് വിപരീതമായപ്പോ അതൊരു വീഴ്ചയാണെന്ന് തെറ്റെന്ന് പറഞ്ഞും കൂടെ ആ കാര്യം ബോധ്യപ്പെട്ടവൻ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ മറുകക്ഷിയെ കൂടി വിസ്തരിക്കേണ്ടിയിരുന്നു. അയാൾക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് ആയിരുന്നു വിധി പറയേണ്ടത്. അതിനു മുമ്പ് വിധി പറഞ്ഞപ്പോ ഇവർ പെട്ടെന്ന് അപ്രത്യക്ഷമായപ്പം ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിന് ബോധ്യപ്പെട്ടു, എന്റെ അടുക്കൽ ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട്, അള്ളാഹു തആല എന്നെ പരീക്ഷിക്കാൻ വിട്ടതാണ്. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനോട് മാപ്പൊരുക്കുകയും ദുആ ചെയ്യുകയും സുജൂദിലായി വീഴുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കി. അത് ഫഗഫർനാ ലഹു ദാലിക, മാപ്പാക്കി കൊടുത്തു. പക്ഷേ അള്ളാഹു തആല പറഞ്ഞു, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫത്തൻ ഫിൽ അർദ് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ്. ദാവൂദ് നബി നിങ്ങൾ രാജാവാണ്, നാട്ടിലെ ഭരണാധികാരിയാണ്. ജനങ്ങൾക്കിടയിൽ വിധി പറയുമ്പോൾ സത്യം പൂർണ്ണമായി രണ്ട് കക്ഷിക്കും പറയാനുള്ളത് പൂർണ്ണമായി കേട്ട് വിലയിരുത്തിയിട്ട് വിധി പറയാവൂ. അപ്പൊ തന്റെ വിധി പറച്ചിലിൽ വേണ്ടത്ര സാവകാശം എടുത്തില്ല. കാര്യം ബോധ്യപ്പെട്ടവൻ പെട്ടെന്ന് പറഞ്ഞു എന്നതൊരു സാവകാശം മതിയായില്ല എന്ന ചെറിയൊരു വീഴ്ച പറ്റിയപ്പം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അങ്ങേയറ്റം ഖേദിച്ച് മടങ്ങി കരഞ്ഞ് ഒരുപാട് കാലം കരഞ്ഞ് കണ്ണീരൊഴുക്കി സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് കണ്ണീര് നനഞ്ഞിട്ട് അവിടെ പുല്ലുചെടികൾ മുളക്കുമാർ കാലം കരഞ്ഞു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എന്റെ അടുക്കൽ തെറ്റ് സംഭവിച്ചു, എന്നാലും എത്ര കരഞ്ഞു ഞാൻ, എന്നോട് കരച്ചില്ല, അങ്ങ് കരുണ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം, ദാവൂദ് നബി നിങ്ങളുടെ അടുക്കൽ പറ്റിയ വീഴ്ചയല്ല നിങ്ങൾ ശ്രദ്ധിച്ചത് പോലല്ലേ, നിങ്ങളുടെ കരച്ചിലിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു വീണ്ടും കരഞ്ഞു. അങ്ങനെ കൊല്ലക്കണക്കിന് കരഞ്ഞിട്ട് അല്ലാഹു തആല തൗബ സ്വീകരിച്ചു. ഈ സന്തോഷ വാർത്ത, തന്റെ അടുക്കൽ പറ്റിയ വീഴ്ച അല്ലാഹു തആല മാപ്പാക്കി ആ സന്തോഷത്തിൽ സുജൂദ് ചെയ്തു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ളുഹ്ർ നിസ്കരിച്ചു ശുക്രായിട്ട്. ആ ളുഹ്ർ അവർക്കും ഉമ്മത്തിനും അല്ലാഹു തആല ഫർളാക്കി. ഇങ്ങനെ പറഞ്ഞാൽ തീരൂല, ഞാൻ നിർത്തുകയാണ്. വൽ അസറു സലാത്തു സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഇങ്ങനെ മറ്റൊരു സംഭവത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം ശുക്രായിട്ട് അല്ലാഹു തആല നിസ്കരിക്കുകയും അത് സുലൈമാൻ നബിക്കും ഉമ്മത്തിനും പിന്നെ അല്ലാഹു തആല ഫർളാക്കുകയും ചെയ്തു. വൽ മഗ്രിബു സലാത്തു യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ഇങ്ങനെ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. ഞാൻ സമയം എല്ലാത്തോണ്ട് ചുരുക്കാം. ഈ പ്രത്യേക സന്ദർഭം ഉണ്ടായപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് മാപ്പാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ഉമ്മത്തിനും ഈ നിസ്കാരം ശുക്ർ ആയി അദ്ദേഹം നിസ്കരിച്ചപ്പോൾ അത് ഉമ്മത്തിന് ഫർളാക്കി കൊടുക്കുകയും ചെയ്തു. യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ സംഭവമൊക്കെ എല്ലാവർക്കും അറിയാലോ. അങ്ങനെ അവരുടെ ജീവിതത്തിലെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അവർക്ക് ലഭിച്ച അള്ളാഹുവിന്റെ പ്രത്യേകമായ നിഅമത്തിന് ശുക്രായിക്കൊണ്ട് അള്ളാഹുവിനെ അവർ നിസ്കരിക്കുകയും അത് മുഖേന അവർക്കും അവരുടെ ഉമ്മത്തിനും അള്ളാഹു തആല ഇത് ഫർളാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അനുസ്മരിക്കാനും അവരോടൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഉമ്മത്തിനോടും കൽപ്പിച്ചുകൊണ്ടാണ് ഈ നിസ്കാരം 5ഉം കൂടി ഒന്നിച്ച് ഈ സമുദായത്തിന്, മുമ്പ് കഴിഞ്ഞ ഒരു സമുദായത്തിനും ഈ 5 വഖ്ത് നിസ്കാരം ഒന്നിച്ചാർക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ഇന്ദഹ ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ ആ ഉദ്ധരണി അവിടെ അവസാനിച്ചു. അത് തന്നെ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കിയതാണ്. ഇനി ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നാളെ ഓതാം. മനസ്സിലായില്ലേ? അവിടെ ഇന്നലത്തെ സംഭവം ലാസ്റ്റ് എന്തായി എന്ന് ബഹുമാനപ്പെട്ട പത്തപ്പിരിയം ഉസ്താദ് തന്നെ STVയിൽ വിവരിക്കും എന്ന് നേരത്തെ ടെസ്റ്റ് കണ്ടു. അൽഹംദുലില്ലാ. അപ്പൊ അതും കേൾക്കാം. ഉസ്താദ് ഇപ്പൊ തന്നെ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് ഇപ്പോൾ തന്നെ സ്വാഗതം. അല്ലാതെ നമ്മളിത് ഇങ്ങനെ ഫുദൂല് പറഞ്ഞു കുത്തരുന്ന കുറെ സമയം പറയും. അപ്പൊ അതിന് നിൽക്കാതെ ഉസ്താദിന്റെ നമ്മൾ ദർസ് കഴിഞ്ഞും ചെയ്തല്ലോ, സ്ഥലത്ത് ഉണ്ടെങ്കിൽ അതുപോലെ അതിൽ പങ്കെടുത്ത് നമുക്ക് ലൈവ് എത്തിച്ചു തന്നിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട നമ്മളെ പ്രിയപ്പെട്ട അബൂ ഷാഫിയ, അവരും ഉണ്ട്. അപ്പൊ എന്തായി, കാരണം ഞങ്ങളൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കാൻ ഞാൻ പ്രത്യേകിച്ചു. കാരണം എന്താ വെച്ചാല് ഈരാറ്റുപേട്ട ഞാൻ ഓതിപ്പടിച്ച എന്റെ നാടാണ്, അതിനെ പറ്റിയിട്ട് എനിക്ക് നന്നായിട്ട് അറിയുന്ന നാടുമാണ്. അപ്പൊ ആ നിലയ്ക്ക് തന്നെ എനിക്ക് പ്രത്യേകിച്ച് എന്തുണ്ട്, എന്റെ മനസ്സിനെ എന്നും സ്വാധീനിക്കുന്ന വലിയ ഒരുപാട് സംഭവങ്ങൾ നടന്ന സ്ഥലമാണ്. ഞാന് ചെലവിന് പോയിരുന്ന ഒരു വീടുണ്ട്. രാവിലെ
ചായ കുടിക്കാൻ പോകുന്ന ഒരു വീട്. ആ വീട്ടില് ഞാൻ ചെല്ലുന്ന സമയത്ത് വയസ്സായ ഒരു ഉപ്പാപ്പയുണ്ടായിരുന്നു. നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ, പക്ഷെ പറ്റ അവശനായി കിടപ്പിലാണെന്ന്. എന്നാൽ ഇതിന് തീരെ സുഖമില്ലാത്തത് കൊണ്ട് അതിന് വല്ല ഓറഞ്ച് അതുപോലത്തെ എന്തെങ്കിലും പഴങ്ങളൊക്കെ മക്കള് അതല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ കൊണ്ടുവന്നു കൊടുത്താൽ ഈ വയസ്സായ ഉപ്പാപ്പ, എനിക്ക് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല, വയസ്സായ ഉപ്പാപ്പ ചെയ്യുക, കിടക്കുന്ന തലയണിക്കടയിൽ അതിൽ നിന്നിട്ട് ഒന്നോ രണ്ടോ എടുത്തു വെക്കും, തലയണന്റെ അടിയിൽ വെക്കും. എന്നിട്ട് രാവിലെ ചെന്നാൽ ഞാൻ അടുത്ത് ചെന്ന് സലാം പറഞ്ഞ് അവിടെ തലന്റെ അടുത്ത് തന്നെ അവിടെ നിർബന്ധിച്ചിരുത്തും. മുതാലിമീങ്ങളോട് വലിയ മഹബത്തുള്ള ഒരു വയസ്സായ മനുഷ്യനായിരുന്നു അദ്ദേഹം. അടുത്തിരുത്തി വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരും കാണാതെ ആ തലയണിയുടെ അടിയിൽ നിന്ന് ആ പഴം, പലപ്പോഴും ഓറഞ്ചായിരിക്കും, എടുത്തിട്ട് തരും. ഇത് മോന് ഉപ്പാപ്പ വെച്ചതാണ് എന്ന് പറഞ്ഞ് സ്വന്തം പേരമക്കളോടുള്ള സ്നേഹത്തിനേക്കാൾ അപ്പുറം ആ ഓറഞ്ച് എനിക്ക് സ്വകാര്യമായിട്ട് മക്കളും പേരമക്കളും കാണാതെ അതിന് കൊടുത്തതാണ്. അത് തലയണിന്റെ ചോട്ടിലാ വെക്കുക, അത് എടുത്തു തരും. അങ്ങനെ ഞാൻ അവിടെ ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ നല്ല ഉപ്പാപ്പ ഇഹലോകവാസം വെടിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പരലോകം സന്തോഷമാക്കി കൊടുക്കുകയും ആ മുതഅല്ലിമീങ്ങളോടുള്ള മഹബത്ത് അദ്ദേഹത്തിന്റെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവിക്കാൻ സന്തോഷിക്കാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മകൻ